ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയുടെ ചാപ്റ്റർ 12 ഭൂമിയിലെ ജലം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്താണ് ഗീസറുകൾ എന്ന് പഠിക്കുകയുണ്ടായി അല്ലേ? അപ്പോൾ എന്താണ് ഗീസറുകൾ? ഭൂമിക്കുള്ളിൽ നിന്ന് നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും അതുപോലെ തന്നെ നീരാവിയും ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസമാണ് ഗീസറുകൾ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഇത് ഗീസർ എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? അമേരിക്കയിലെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിലെ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ ഇതിന് ഉദാഹരണമാണ്. അതായത് ഗീസറുകൾക്ക് ഉദാഹരണമാണ്. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് കണ്ടോ? അതായത് ചൂട് നീരുറവയുടെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. മണികിരൺ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് ഹിമാചൽ പ്രദേശില് ഗീസർ കൊടുത്തിട്ടുണ്ട് കണ്ടോ? യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക്, വടക്കേ അമേരിക്കയില്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഭൂമിക്കുള്ളിലെ വിടവുകളിലൂടെ താണിറങ്ങുന്ന ജലം എന്തായി മാറുന്നു? മാഗ്മയുമായി സമ്പർക്കത്തിലാവുന്നത് കൊണ്ടാണ് ചൂട് നീരുറവകളും ഗീസറുകളും രൂപം കൊള്ളുന്നത്. എന്തുകൊണ്ടാണ് ചൂട് നീരുറവകളും ഗീസറുകളും രൂപം കൊള്ളുന്നത്? അതായത് എന്താണ് ഈ മാഗ്മ എന്ന് പറയുന്നത്? മാഗ്മ എന്ന് പറയുന്നത് ഉരുകിയ ശിലാദ്രവത്തെയാണ് മാഗ്മ എന്ന് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഉരുകിയ ശിലാദ്രവത്തെ മാഗ്മ എന്ന് പറയുന്നു. അത് ഭൂമിക്കുള്ളിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ അത് മാഗ്മയും, അതുപോലെ തന്നെ വെളിയിലോട്ട് വരികയാണെങ്കിൽ അതിനെ എന്തും പറയുന്നു? ലാവ എന്നും പറയുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഒരു ഭൂമിക്കുള്ളിലെ വിടവുകളിലൂടെ താണിറങ്ങുന്ന ജലം എന്തുമായി ചേരുന്നു? മാഗ്മയുമായി സമ്പർക്കത്തിലാവുന്നത് കൊണ്ടാണ് ചൂട് നീരുറവകളും അതുപോലെ തന്നെ ഗീസറുകളും രൂപം കൊള്ളുന്നത്. ഇത് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് തണ്ണീർത്തടങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് തണ്ണീർത്തടങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഉപരിതല ജലം ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും ഇല്ലേ ഉപരിതല ജലം? അതായത് ഫോർ എക്സാമ്പിൾ വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ തുടങ്ങിയ എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും തണ്ണീർത്തടങ്ങൾ എന്ന വിഭാഗത്തിൽ പെടും. അതുപോലെ തന്നെ പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികളായ തണ്ണീർത്തടങ്ങൾ നികത്തുന്നത് താഴെ സൂചിപ്പിക്കുന്ന തരത്തിൽ നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും. അതായത് നമ്മുടെ ഉപരിതല ജലം നമ്മൾ നികത്തി വേറെ എന്തെങ്കിലും ചെയ്യുന്നത് അത് നമ്മുടെ പരിസ്ഥിതിയെ തന്നെ ബാധിക്കുകയും ചെയ്യും, നമുക്കും അത് ബാധിക്കും അല്ലേ? അതായത് അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കിണറുകളിൽ ജലനിരപ്പ് താഴും. അതുപോലെ തന്നെ ചെറിയ മഴയിൽ പോലും നദികളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുകയൊക്കെ ചെയ്യും. അപ്പൊ നമ്മൾ തണ്ണീർത്തടങ്ങളുടെ പ്രാധാന്യമാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത്. ഓർത്തു വെക്കുക. ഇതൊക്കെ മിക്കവാറും PSC ടെസ്റ്റിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം എന്താണ് ജലവിഭവം നേരിടുന്ന ഭീഷണികൾ എന്ന് നമുക്ക് നോക്കാം. അതായത് ശുദ്ധ ജലസ്രോതസ്സുകൾ പോലും പലയിടത്തും ഇന്ന് വറ്റി വരണ്ടിരിക്കുകയാണ് അല്ലെ? ഭൂമിയുടെ ആകെ ജലത്തിന്റെ അളവ് സ്ഥിരമാണ് അല്ലെ? ആണോ അല്ലയോ? അപ്പോൾ ഭൂമിയുടെ ആകെ ജലത്തിന്റെ അളവ് എപ്പോഴും സ്ഥിരമായിരിക്കും. അതുകൊണ്ട് തന്നെ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ആളോഹരിൽ ജലലഭ്യത കുറയുന്നത് നോട്ട് ചെയ്യുക. ജലത്തിന്റെ ഉപഭോഗം വർദ്ധിച്ചതും ജലലഭ്യതയെ ബാധിക്കുന്നുണ്ട്. അതായത് ജലം കൂടുതൽ ഉപയോഗിച്ച് തുടങ്ങുന്നത് കൊണ്ടും ജലലഭ്യത കുറഞ്ഞുകൊണ്ടും ഇരിക്കും. നമ്മൾ ഒരുപാട് ജലം ഉപയോഗിക്കുന്നതിനനുസരിച്ച്, അതായത് ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് ജലത്തിന്റെ ഉപഭോഗം കൂടാറുണ്ട് അല്ലെ? അപ്പോൾ ജലലഭ്യത കുറയും. അതാണ് ഇതിൽ പറയുന്നത്. അടുത്തത് വെള്ളത്തിനും ATM എന്ന് പറഞ്ഞ് ഇവിടെ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് വെള്ളത്തിന് ATM? അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ക്യാഷ് എടുക്കാനല്ലേ ATMൽ പോകുന്നത്, വെള്ളത്തിന് ATMൽ പോയിട്ടില്ലല്ലോ എന്ന് നമ്മൾ ആലോചിക്കും. പക്ഷെ അങ്ങനെയും ഒരു സമ്പ്രദായം കർണാടകത്തിലെ കനകപുരിയിലാണ് വെള്ളത്തിനും ATM ഏർപ്പെടുത്തിയത്. എവിടെയാണ്? കർണാടകത്തിലെ. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, വെള്ളത്തിന് ATM ഏർപ്പെടുത്തിയത് എവിടെയാണ്? കർണാടകത്തിലെ കനകപുരിയിലാണ് വെള്ളത്തിന് ATM ഏർപ്പെടുത്തിയത്. കാരണം എന്താണ്?
വരൾച്ചയെ തുടർന്ന് ഭൂഗർഭ ജല ലഭ്യത കുറഞ്ഞത് മൂലമാണ് 33 കേന്ദ്രങ്ങളിലായി ഈ സൗകര്യം സജ്ജമാക്കിയത്. രാജസ്ഥാനിലും അതുപോലെ ഡൽഹി, മുംബൈ എന്നീ നഗരങ്ങളിലും ഇത്തരം സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വരൾച്ചയെ തുടർന്ന് ഭൂഗർഭ ജല ലഭ്യത കുറഞ്ഞതുകൊണ്ടാണ് 33 കേന്ദ്രങ്ങളിൽ ഈ ഒരു സൗകര്യം ഏർപ്പെടുത്തിയത്. രാജസ്ഥാനിലുണ്ട്, ഡൽഹിയിലുണ്ട്, മുംബൈയിലുണ്ട് എന്നീ നഗരങ്ങളിലൊക്കെ ഈ വെള്ളത്തിനായിട്ടുള്ള ഏർപ്പെടുത്തിയിട്ടുള്ള ATM പ്രവർത്തിക്കുന്നുവെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് എന്താണ് ജലമലിനീകരണം? നമുക്കറിയാം ജലം പല രീതിയിൽ മലിനപ്പെടുന്നു ഇല്ലേ? അതായത് ഇപ്പോൾ ഇവിടെ ലോകമൊട്ടാകെ ജലത്തിലേക്ക്, അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കുകൾ പ്രകാരം പ്രതിദിനം 20 ലക്ഷം ടൺ മാലിന്യങ്ങളാണ് ലോകമൊട്ടാകെ ജലത്തിലേക്ക് തള്ളപ്പെടുന്നത്. എത്ര ലക്ഷമാണ്? 20 ലക്ഷം ടൺ മാലിന്യങ്ങളാണ്. അതായത് എങ്ങനെയൊക്കെയാണ് മലിനീകരണം ഉണ്ടാകുന്നത്? വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ വരാം. അതുപോലെ തന്നെ ജലമലിനീകരണം നിയന്ത്രിക്കുന്നതിന് നമ്മുടെ രാജ്യത്ത് നിയമം ഇപ്പോൾ നിലവിലുണ്ട് ആണല്ലോ. ജലമലിനീകരണ നിയന്ത്രണ നിയമം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ജലമലിനീകരണത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന നിയമം ഏതാണ്? ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമം. ഓക്കെ, ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമമെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അടുത്തത് ജലമലിനീകരണത്തിന്റെ ദൂഷ്യഫലങ്ങൾ എന്താണെന്ന് നോക്കുക. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു വിട്ടാൽ മതി, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ജലമലിനീകരണം എന്ന് പ്രതികൂലമായി ബാധിക്കുന്നതോടൊപ്പം തന്നെ മണ്ണ്, വായു എന്നിവയിലൂടെ മലിനീകരണത്തിലേക്കും നയിക്കുന്നു. അത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ എന്ത് ചെയ്യുന്നു? അപകടത്തിലാക്കും അല്ലേ? അപ്പം സ്കൂളിലെ കുടിവെള്ള ശുദ്ധമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമുക്കിപ്പോൾ വളരെ അത്യാവശ്യമാണ്. കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കാത്തതും ശരിയായി അടച്ചു സൂക്ഷിക്കാത്തതുമായ ടാങ്കുകൾ കുടിവെള്ളം സംഭരിക്കാൻ യോഗ്യമല്ല. വെള്ളം പമ്പ് ചെയ്യുന്ന ജലസ്രോതസ്സിന്റെ ശുദ്ധി ഉറപ്പുവരുത്തണം. അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. അടുത്തത് ജലസംരക്ഷണം. അതായത് വെള്ളത്തിനായി ഇവിടെ കുറച്ച് പേപ്പർ കട്ടിങ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ജലം സംരക്ഷിക്കപ്പെടേണ്ടത് വളരെയധികം ആവശ്യമാണ് അല്ലേ? അതായത് പ്രകൃതി നമുക്ക് ആവശ്യത്തിന് ശുദ്ധജലം ലഭ്യമാക്കുന്നുണ്ട്. മഴയിലൂടെ ലഭിക്കുന്ന ഈ ശുദ്ധജലം ഫലപ്രദമായി വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ശുദ്ധജല ക്ഷാമവും കുറയും, വരൾച്ചയും നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു പരിധിവരെ വെള്ളപ്പൊക്കവും. മണ്ണാണ് ഏറ്റവും വലിയ ജലസംഭരണി. അപ്പോൾ ഏതാണ് ഏറ്റവും വലിയ ജലസംഭരണി എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാം, മണ്ണാണ് ഏറ്റവും വലിയ ജലസംഭരണി. അപ്പോൾ എന്ത് ചെയ്യുന്ന? ഓരോ തുള്ളി മഴവെള്ളവും വീഴുന്ന സ്ഥലത്ത് തന്നെ താഴാൻ അനുവദിക്കുക എന്നാണ്. ഇപ്പൊ നമുക്കറിയാം വീടുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ടോ? ടൈല് പാവുന്നുണ്ട് അല്ലേ? അപ്പോൾ ഓരോ തുള്ളി മഴവെള്ളവും നമ്മൾ അങ്ങനെ ചെയ്യാതെ എന്ത് ചെയ്യണം? മണ്ണിലേക്ക് മഴവെള്ളത്തിന് ഇറങ്ങാൻ സഹായിക്കണം, അനുവദിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? മഴവെള്ളം വീഴുന്ന സ്ഥലത്ത് തന്നെ താഴാൻ അനുവദിക്കുക എന്നുള്ളതാണ് ജലസംരക്ഷണത്തിലെ അടിസ്ഥാന തത്വം എന്ന് ഓർത്തു വെക്കുക. അടുത്തത് നമുക്കറിയാം നമ്മുടെ ഇവിടെ മഴ എങ്ങനെയാണ് ലഭിക്കുന്നത്? നമുക്ക് കേരളത്തിൽ എങ്ങനെയാണ് വർഷം തോറും 300 സെന്റിമീറ്ററിലധികം മഴ കിട്ടുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം എന്താണ്? കിഴക്കു നിന്ന് പടിഞ്ഞാറേക്ക് ചരിഞ്ഞാണ് കേരളത്തിന്റെ കിടപ്പ്. ലഭിക്കുന്ന മഴയുടെ 70% ഇതുമൂലം വളരെ വേഗം കടലിലേക്ക് ഒഴുകിപ്പോകുന്നു. ഈ മഴവെള്ളത്തെ എന്ത് ചെയ്യുന്നു? മണ്ണിൽ താഴ്ത്താൻ പ്രകൃതി ഒരുക്കിയ സംവിധാനങ്ങളായിരുന്നു വനങ്ങൾ, കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, കാവുകൾ എന്നിവ. അപ്പൊ നമുക്കറിയാം കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ ഘട്ടം ഉണ്ട്, അതുപോലെ തന്നെ ഈ കുട്ടനാട് ചേർന്നൊക്കെ എന്തുണ്ട് പടിഞ്ഞാറ് ഭാഗത്തോട്ടൊക്കെ എന്തോന്നുണ്ട്? സമുദ്രനിരപ്പുണ്ട് അല്ലെ? അപ്പൊ അതൊക്കെ കൊണ്ടാണ് മഴയുടെ 70% ഇതുമൂലം എന്ത് ചെയ്യുന്നു? കടലിലേക്ക് ഒഴുകി പോവുകയും അതുപോലെ തന്നെ മഴവെള്ളത്തെ മണ്ണിൽ താഴ്ത്താൻ പ്രകൃതി ഒരുക്കിയ സംവിധാനങ്ങളായിരുന്നു വനങ്ങൾ, കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, കാവുകൾ എന്നിവ. എന്നാൽ എന്ത് ചെയ്യുന്നു? മനുഷ്യരുടെ അശാസ്ത്രീയമായ ഇടപെടൽ മൂലം ഇതെല്ലാം എന്ത് ചെയ്യുന്നു? നശിച്ചു അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെയാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ മഴവെള്ളം എന്ത് ചെയ്യുന്നത്? നഷ്ടമാവുന്നത്. അതായത് ധാരാളം മഴ ലഭിക്കുന്ന സംസ്ഥാനമാണ് ഏത്? നമ്മുടെ കേരളം എന്ന് പറയാം. അന്തരീക്ഷ മലിനീകരണം ഇല്ലാത്ത സാഹചര്യത്തിൽ മഴവെള്ളം ഏറ്റവും ശുദ്ധമായ ജലമാണ് ആണല്ലോ. ഏറ്റവും ശുദ്ധമായ ജലം എന്നറിയപ്പെടുന്ന ഏതാണ്? മഴവെള്ളമാണ്. കേരളത്തിൽ മാത്രം ഏതാണ്ട് 120 ഘന കിലോമീറ്റർ ജലമാണ് ഒരു വർഷം മഴയായി പെയ്യുന്നത്. അത് ഓർത്തു വെക്കുക.
അപ്പോൾ അടുത്തത് എങ്ങനെയൊക്കെ മഴവെള്ളം സംഭരിക്കാം, നൂതനമായ മാർഗങ്ങൾ ഏതൊക്കെയാണ്? മേൽക്കൂര മഴവെള്ള സംഭരണം, ഉപരിതല നീരൊഴുക്കിന്റെ സംഭരണം. ഇതൊക്കെയാണ് നൂതനമായ രീതികളിൽ ഇപ്പോൾ മഴവെള്ളത്തെ സംഭരിക്കുന്ന രീതികൾ എന്ന് പറയുന്ന ഏതൊക്കെയാണ്? മേൽക്കൂര മഴവെള്ള സംഭരണവും ഉപരിതല നീരൊഴുക്കിന്റെ സംഭരണം. എന്താണ് മേൽക്കൂര മഴവെള്ള സംഭരണം? അത് നമുക്കറിയാം. അതായത് കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ പതിക്കുന്ന മഴവെള്ളം സംഭരണികളിൽ ശേഖരിക്കുകയോ ഭൂമിയിലേക്ക് ഇറക്കിവിട്ട് ഭൂഗർഭ ജലവിതാനം ഉയർത്തുകയോ ചെയ്യാം. അതാണ് എന്ന് പറയുന്നത് മേൽക്കൂര മഴവെള്ള സംഭരണം. മേൽക്കൂരയിൽ പതിക്കുന്ന മഴവെള്ളത്തെ എന്ത് ചെയ്യണം? നമുക്ക് ശേഖരിക്കാം, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ഇറക്കിവിടാം. അങ്ങനെ സംഭരിക്കാമെന്നാണ് പറയുന്നത്. അടുത്തത് ലെറ്റർ സി, ഉപരിതല നീരൊഴുക്കിന്റെ സംഭരണം എന്താണെന്ന് നോക്കാം. അതായത് മഴവെള്ളം ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ഒഴുകി പോകാതെ മണ്ണിനടിയിലേക്ക് താഴ്ത്താനും ശേഖരിക്കാനും പറ്റുന്ന രീതിയാണ് ഉപരിതല നീരൊഴുക്കിന്റെ സംഭരണം എന്ന് പറയുന്നത്. അതായത് ഉപരിതലത്തിലൂടെ ഒഴുകിപ്പോകാതെ മണ്ണിനടിയിലേക്ക് താഴ്ത്താനും ശേഖരിക്കാനും നമുക്ക് കഴിയണം. ആ ഒരു രീതിയാണ് ഉപരിതല നീരൊഴുക്കിന്റെ സംഭരണം. അതായത് തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കണം, വനങ്ങൾ നിലനിർത്തണം, മരങ്ങൾ നട്ടു വളർത്തണം, അതുപോലെ തന്നെ ബഹുനില കൃഷി, തട്ടുകൃഷി, പുതയിടൽ, അതുപോലെ തടയണകൾ നിർമ്മിക്കുക, കയ്യാലകൾ നിർമ്മിക്കുക, മഴക്കുഴികൾ നിർമ്മിക്കുക, ഇതിലൊക്കെ കൂടെ ഉപരിതല നീരൊഴുക്കിനെ നമുക്ക് സംഭരിക്കാം എന്നാണ്. അതും ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. അടുത്തത് വെള്ളത്തിന്റെ പുനഃചംക്രമണം എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് അടുക്കളയിൽ നമ്മൾ ധാരാളം വെള്ളം ഒരു ദിവസം ഉപയോഗിക്കാറുണ്ട് അല്ലേ? ആ ഉപയോഗിക്കുന്ന വെള്ളം, പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം അടുക്കള തോട്ടത്തിലെ വിളകൾ നനയ്ക്കാൻ ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് വെള്ളം പാഴാക്കാതെ ഉപയോഗിക്കുക. അതായത് കുടിവെള്ളം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ വ്യക്തിഗതമായി ഒന്നും ആവശ്യമില്ല. അടുത്ത് നമുക്ക് നോക്കാം. നമുക്കറിയാം ജലം അമൂല്യമാണ് അല്ലേ? അടുത്തത് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നോക്കാം. അതായത് ഭൂമിയിലെ ജലം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ എന്തൊക്കെയാണ് ഭൂമിയിലെ ജലസ്രോതസ്സുകൾ? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉപരിതല ജലസ്രോതസ്സെന്നും ഭൂഗർഭ ജലസ്രോതസ്സുകളെന്നും. അതിൽ ഉപരിതല ജലസ്രോതസ്സുകൾ എന്ന് പറയുമ്പോൾ ഏത് വരും? കിണറുകളൊക്കെ വരും. കിണറുകൾ, ഉറവകൾ, ഭൂഗർഭ ജലസ്രോതസ്സുകൾ. അതുപോലെ തന്നെ കിണറുകൾ, സാധാരണ കിണറുണ്ട്, അരിപ്പ കിണറുകളുണ്ട്, ആർട്ടീഷ്യൻ കിണറുകളുണ്ട്, അതുപോലെ തന്നെ കുഴൽ കിണറുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ. അതുപോലെ ജലവിഭവം നേരിടുന്ന ഭീഷണികൾ എന്തൊക്കെയാണ്? മലിനീകരണം, ജലദൗർലഭ്യം, അതൊക്കെയാണ് ജലവിഭവം നേരിടുന്ന ഭീഷണികൾ എന്ന് പഠിച്ചു. പിന്നെ ജലസംരക്ഷണ മാർഗങ്ങൾ ഏതൊക്കെയാണ്? മഴവെള്ള സംഭരണമുണ്ട്, ഉപരിതല ജലസംരക്ഷണമുണ്ട്, വെള്ളത്തിന്റെ പുനരുപയോഗമുണ്ട്. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഭൂമിയിലെ ജലം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ജലമാണ് ഭൂമിയിലെ ജീവന അടിസ്ഥാനം എന്ന് ഓർത്തു വയ്ക്കുക. ഭൂവിസ്തൃതിയുടെ 71% എന്താണ്? ജലമാണെന്ന് ഓർത്തു വയ്ക്കുക. ഭൂമിയിൽ വിവിധ ജലസ്രോതസ്സുകൾ കാണപ്പെടുന്നു. അതുപോലെ തന്നെ ശുദ്ധജലത്തിന്റെ അളവ് വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭൂമിയിലെ ജലലഭ്യത ക്രമപ്പെടുത്തുന്നത് ജലപരിവൃത്തിയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ജലം വളരെയധികം സംരക്ഷിക്കണം എന്നാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കുക. ഇതിന്റെ ദിനങ്ങളൊക്കെ ഓർത്തു വയ്ക്കുക. ലോക ജലദിനം എന്നാണ്, അതൊക്കെ ഓർത്തു വെക്കുക. ഓക്കെ. അതൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ നമുക്ക് അടുത്ത ചാപ്റ്ററുമായി വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം. സീ യു അഗെയിൻ. ഓക്കെ. താങ്ക് യു.